എൻ്റെ പേര് Asma Ismail. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു മെക്രോണി പായസമായിട്ടാണ്. അപ്പോൾ നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ വിരുന്നുകാരൊക്കെ ഞെട്ടിക്കാൻ പറ്റിയൊരു പായസമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനം 1 ലിറ്റർ പാലും പിന്നെ ഒരു പാക്കറ്റ് മെക്രോണിയും പിന്നെ ഒരു പാക്കറ്റ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അതിനായിട്ട് വെള്ളം വെച്ച് കൊടുക്കുക. വെള്ളം ആവശ്യത്തിനുള്ളത് നമ്മൾ അരി പോലെയാണിത്. ഇത് വേവിച്ചെടുക്കാൻ അത്യാവശ്യം വെള്ളം വെച്ച് കൊടുക്കുക. അതിനാവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് നന്നായി തിളച്ചതിന് ശേഷം മക്രോണിയിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റ് ഇത് വേവാനുള്ള സമയം എടുക്കും. നമുക്ക് സാധാ മക്രോണി വേവിക്കുന്നത് പോലെ തന്നെ ആ ടൈം എടുക്കും ഇതും വേവാൻ. അപ്പോൾ ഇത് നന്നായി വെന്തതിന് ശേഷം നമുക്കിതിലോട്ട് ശർക്കര ഉരുക്കി ഒഴിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ശർക്കര ഒരു പാത്രത്തിലോട്ട് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ഒരു 5 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. അത് നന്നായി ഉരുക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒഴിച്ചെടുക്കുക. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇതിന് നല്ലോണം മധുരം വേണം, എന്നാലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നന്നായിട്ട് ഈ മെക്രോണിയിൽ നന്നായി പിടിച്ചെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളൂ. മധുരം കൂടുന്തോറും അതിന് ടേസ്റ്റ് കൂടുകയും ചെയ്യും. ഇപ്പോൾ ഇതാ നമ്മുടെ മെക്രോണി വെന്തിട്ടുണ്ട്. ശർക്കര നമ്മളിവിടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പാലിലാണ് ഉണ്ടാക്കുന്നത്, ഫ്രഷ് മിൽക്കിലാണ്. നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലാണ് ഉള്ളത് വെച്ചെങ്കിൽ തേങ്ങാപ്പാൽ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അത് നമ്മുടെ ശർക്കര ഉരുകിയിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ഈ മെക്രോണിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം അതിൽ കുറച്ച് സമയം ആ ശർക്കരയും പിന്നെ ഈ മെക്രോണിയും കൂടിയിട്ട് ഒന്നും കൂടെ അതിൽ കിടന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് പാലൊഴിച്ച് മിക്സ് ചെയ്യുക. അതുവരെ ഒന്ന് മെക്രോണിമ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇതിൽ കിടന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പായസം കുടിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തു നിന്നാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ലുബ്ന ഉണ്ടായിരുന്നു. അപ്പോൾ ലുബ്നയുടെ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഫസ്റ്റിൽ ഇത് കുടിച്ചപ്പോൾ. അന്ന് എനിക്കറിയില്ലായിരുന്നു ഇത് ഈ മെക്രോണി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ച് പിന്നെ റെസിപ്പിയൊക്കെ ചോദിച്ചു. പിന്നെ ഞാനത് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ്, എല്ലാവരും കുടിക്കാറുണ്ട്. അങ്ങനെ താങ്ക് യു ലുബ്നാക്കാണ് വലിയൊരു താങ്ക്സ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ശർക്കരയും മെക്രോണിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പാലൊഴിച്ചിട്ട് അത് ഒന്നുകൂടെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തേങ്ങ കൊത്തിട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ നെയ്യിൽ വറുത്തിട്ട് അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മളെ പായസം ഇവിടെ റെഡിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പായസം തന്നെയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു വെറൈറ്റി പായസമായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എന്നും നമുക്ക് അടപ്രഥമനും സേമിയും ഒക്കെ അല്ലേ, അപ്പോൾ ഒന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ മെക്രോണി ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുന്തോറും ഇങ്ങനെ കട്ടിയായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ വെള്ളം അതിനനുസരിച്ച് കണക്കാക്കിയിട്ട് വെക്കുക. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കുറുകി വരും. അപ്പോൾ അതാ നമ്മുടെ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം ഇതിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പായസം അടിപൊളിയായിട്ടുള്ള പായസം ഇവിടെ റെഡിയാണ്. അങ്ങനെ ഇന്ന് എനിക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് മിസ്സിരിയും അവരുടെ ഹസ്ബൻഡും 2 കുട്ടികളുമാണ്. അപ്പോൾ അവർ ഇവിടെ വിസിറ്റിങ്ങിന് വന്നതായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഞാനൊന്ന് ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനും കുട്ടികളും കൂടിയിട്ട് ബീച്ചിലോട്ട് പോവുകയാണ്. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് വൈകുന്നേരത്തെ കാഴ്ച കാണാൻ. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെയാണ്, തൊട്ട ബാക്കിൽ തന്നെയാണ് ബീച്ചുള്ളത്. അപ്പോൾ അവിടെ പോയി കുട്ടികളും ഞങ്ങളും കൂടിയിട്ട് ഭയങ്കരമായിട്ട് അവർക്ക് നല്ല രസമായിരുന്നു. അവർ മണലൊക്കെ ആയിട്ട് കളിക്കുകയും വെള്ളത്തിലൊക്കെ ആയിട്ട് കളിച്ചിട്ട് അവർ നല്ല രസമായിരുന്നു. അപ്പോൾ അവൾക്ക് 2 ആൺകുട്ടികളാണ്. അപ്പോൾ ഞങ്ങളെ മോളും കൂടിയിട്ടാണ് പോയത്. അങ്ങനെ എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കുട്ടികൾ കുറേ നേരം അവിടെ കളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. വൈകുന്നേരം കുട്ടികളായിട്ട് പോയിരിക്കാൻ നല്ല രസമാണ്. ബീച്ചിലൊക്കെ പോയാൽ എല്ലാവർക്കും നല്ല രസമാണ് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ പോകാറുണ്ട്, എപ്പോഴൊന്നും പോവില്ല, വല്ലപ്പോഴൊക്കെ പോകാറുണ്ട്. കുട്ടികൾ ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് വല്ലപ്പോഴൊക്കെ പോകാറുണ്ട്. ഇവിടുത്തെ ബീച്ചിലത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വലിയ തിരമാലകളൊന്നും വലുതായിട്ട് അടിക്കില്ല, ചെറുതായിട്ട് വരെയുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് പിള്ളേരൊക്കെ ഇറക്കുമ്പോഴും പേടിയാണ്. എന്നാലും അടുത്തൊക്കെ നിർത്തിയിട്ട് ഇവിടെ ഒമാനി പിള്ളേർ ഫുള്ള് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ മൊത്തം വെള്ളത്തിലായിരിക്കും. എല്ലാ കുട്ടികളും വലിയവരും ഒക്കെ ആയിട്ട് ഫുട്ബോൾ കളിയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞ് കുളിച്ചിട്ടാണ് പിന്നെ അവർ മരുമ്പ് ബാങ്ക് കൊടുത്ത് അപ്പോൾ അവർ കയറും. അപ്പോൾ അത് കാരണം ഫുള്ള് ആൾക്കാരായിരിക്കും അവിടെ. അവരെല്ലാവരും വെള്ളത്തിൽ ഫുള്ള് കിടക്കുന്നുണ്ടാകും. ആ സൈഡിലൊക്കെ മൊത്തം ഉണ്ട്. അപ്പോൾ അവരിനൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. നല്ല തിരക്കാണ്. ഈ സൈഡ് മൊത്തം ആളുകളുണ്ട്.
അപ്പോൾ നമ്മുടെ മോളാണെന്ന് വെച്ചാൽ അവിടെ എൻജോയ് ചെയ്യാണ് കേട്ടോ. അവളിത് ആ മണ്ണൊക്കെ നല്ലതുപോലെ മാന്തി ആകെ കയ്യിലും മേലും ഒക്കെ ആക്കും, പിന്നെ പോയി കഴുകും അങ്ങനെയായിട്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര രസമായിരുന്നു. അവന് കൂട്ടുള്ള കാരണം എല്ലാവരും കൂടി കളിക്കാൻ നല്ല ഇഷ്ടമായി. അങ്ങനെ നല്ല എൻജോയ് ചെയ്യണം. അവൾ വെള്ളത്തിൽ കളിച്ചിട്ട് മണ്ണിലൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു അവൾക്ക്. ഇതൊക്കെ എന്തിനാണാവോ? ഭയങ്കര രസമായിട്ട് കാണാം ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനിതാ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിതാ തിരിച്ച് പോവുകയാണ്. ഇവിടുന്ന് ബീച്ചിൽ നിന്ന് കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വീണ്ടും വരുന്നതായിരിക്കും. ബായ്.